ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് എന്താണ് വേരിയബിൾ, അതുപോലെ തന്നെ എന്താണ് കോൺസ്റ്റൻറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് വേരിയബിൾസ് എന്ന് നോക്കാം. വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെമ്മറി ലൊക്കേഷനിൽ നമ്മൾ കൊടുക്കുന്ന പേര് മാത്രമാണ്. സോ ആ വേരിയബിൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒരു മെമ്മറി ലൊക്കേഷൻ ആക്സസ് ചെയ്യാനും അതിലൂടെ ഡാറ്റ സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും നമുക്ക് സാധിക്കും. സോ ഇതാണ് ഒരു ബേസിക് സി പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ. സോ എങ്ങനെയാണ് നമുക്കൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് എന്ന് ആദ്യമായി നോക്കാം. വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനായിട്ട് ഒരു സ്പെസിഫിക് സിൻടാക്സ് തന്നെയുണ്ട്. സോ അത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു സ്പെസിഫൈ ദ ഡാറ്റ ടൈപ്പ്. സോ ഹിയർ ഐ ആം ഗിവിങ് ഇൻറ്റ്. ഇൻറ്റിജർ വാല്യൂ ആണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഇതിലൂടെ പോകുന്നത്. രണ്ടാമതായി നമ്മൾ പറയേണ്ടത് ഒരു വേരിയബിൾ നെയിമാണ്. സോ ഇയർ സെമിക്കോളൻ. ഒരു ബേസിക് സിൻടാക്സ് എന്ന് പറയുന്നത്, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനുള്ള ഒരു ബേസിക് സിൻടാക്സ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പ് ആൻഡ് വേരിയബിൾ നെയിം. സോ ഈ ഡാറ്റ ടൈപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് വേരിയബിളാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ, മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യാൻ പോകുന്നത് എന്ന് സ്പെസിഫൈ ചെയ്യുന്നത് ഈ ഡാറ്റ ടൈപ്പിലൂടെയാണ്. വേരിയബിൾ നെയിം എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് വേരിയബിൾ നെയിമാണ്. അത് നമുക്ക് ഏത് തരത്തിലുള്ള നെയിമും കൊടുക്കാം. ബട്ട് സ്റ്റിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിന് പോലും അവിടെ ഒരു സ്പെസിഫിക് റൂൾസ് ഉണ്ട്. ഏതൊക്കെയാണ് ഒരു വേരിയബിൾ നെയിംസ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും ഒരു വാലിഡ് വേരിയബിൾ നെയിമാണ്. ബിക്കോസ് ഒരു വാലിഡ് വേരിയബിൾ നെയിം ആണെങ്കിൽ അതിൽ ലെറ്റേഴ്സ് ഇൻക്ലൂഡഡ് ആയിരിക്കാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഡിജിറ്റ്സും ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. സോ ഈ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം ഇതൊരു വാലിഡ് നെയിമാണ്, തീർച്ചയായും ഒരു വാലിഡ് നെയിമാണ്. ബട്ട് ദിസ് ഈസ് നോട്ട് എ വാലിഡ് വേരിയബിൾ നെയിം. ഒരിക്കലും തന്നെ ഒരു വേരിയബിൾ നെയിം നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടർ യൂസ് ചെയ്തോ അതുപോലെ ഡിജിറ്റ് യൂസ് ചെയ്തോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. സോ ഓൺലി ഒരു ലെറ്റേഴ്സോ അതുപോലെ അണ്ടർസ്കോർ യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഹിയർ അണ്ടർസ്കോർ ഹിയർ, ദിസ് ഈസ് ആൾസോ എ വാലിഡ് വേരിയബിൾ നെയിം. വൈ? because it is starting with underscore. This is also one valid variable name. And one more thing, ഒരിക്കലും തന്നെ നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഫോർ എക്സാമ്പിൾ $ഇയർ, ദിസ് ഈസ് ഓൾസോ an invalid variable name. Why? Because the variable name should not contain any special character. So simply പറയുകയാണെങ്കിൽ ഒരു വേരിയബിൾ നെയിമിൽ we can use digits and alphabets. അതുപോലെ തന്നെ we can use underscore. ഇതൊന്നും കൂടാതെ ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സും നമുക്ക് ഒരു വേരിയബിൾ നെയിമിൽ യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ വി കനോട്ട് യൂസ് എനി കീവേഡ്സ് ആസ് എ വേരിയബിൾ നെയിം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻറ്റ് 4, this is not a valid variable name because 4 is a keyword. അത്തരത്തിലുള്ള കീവേഡ് ഒന്നും തന്നെ ഒരു വേരിയബിൾ നെയിമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇത്രയും കാര്യങ്ങളാണ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമുക്കൊരിക്കലും ഒരു അണ്ടർസ്കോർ അല്ലാത്ത ഒരു രീതിയിലുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമതായിട്ട് ഓൾവേസ് വി ഷുഡ് സ്റ്റാർട്ട് വിത്ത് ആൽഫബറ്റ്. അതായത് A to Z വരെയുള്ള ഏത് ലെറ്റേഴ്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അണ്ടർസ്കോർ നമുക്ക് ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ ഒരു ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് നമുക്ക് എന്തെല്ലാം ഒരു വേരിയബിൾ നെയിമിങ്ങിൽ എന്തെല്ലാം ബെസ്റ്റ് പ്രാക്ടീസസ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. സോ എപ്പോഴും നിങ്ങൾ വേരിയബിൾ നെയിം യൂസ് ചെയ്യുമ്പോൾ ട്രൈ ടു യൂസ് സ്മോൾ ലെറ്റേഴ്സ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാമൽ കേസ് ലെറ്റേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഡോണ്ട് ട്രൈ ടു യൂസ്. അതേ എനിക്ക് പറയാനുള്ളൂ. ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിങ് എ സ്പെഷ്യൽ മീനിങ്. നമുക്ക് വേണമെങ്കിൽ കോൺസ്റ്റൻസ് അതുപോലെ തന്നെ ഗ്ലോബൽ വേരിയബിൾസോ മറ്റോ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ മാത്രം ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ്. ഇതൊന്നും ഒരിക്കലും ഒരു റൂളല്ല, ബട്ട് ഇറ്റ് ഈസ് എ ബെസ്റ്റ് പ്രാക്ടീസസ് ഐ ക്യാൻ സേ. ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ പറയാനുണ്ടെങ്കിൽ കറൻറ്റ് ഇയർ, ദാറ്റ് ഈസ് എ വേരിയബിൾ നെയിം. അത് എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ കറൻറ്റ് ഇയർ, ഇത്തരത്തിൽ നിങ്ങൾക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. സോ ദിസ് ഈസ് എ ക്യാമൽ കേസ്. അതുപോലെ തന്നെ വി ക്യാൻ യൂസ് അണ്ടർസ്കോർ.
ദിസ് ഈസ് ആൾസോ എ വാലിഡ് ഒരു ബെസ്റ്റ് പ്രാക്ടീസസ് ആണെന്നുള്ള പറയാം. സോ ഡോണ്ട് ട്രൈ ടു യൂസ് XYZ ലൈക്ക് ദാറ്റ്. ഓക്കെ, എപ്പോഴും തന്നെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള നെയിം നിങ്ങൾ ഒരു വേരിയബിൾ നെയിം ഡിക്ലെയർ ചെയ്യുമ്പോൾ പ്രൊവൈഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എന്താണ് എങ്ങനെ ഒരു വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. വി ക്യാൻ declare and initialize in a single line. So for example, this is current year equal to 2023. This is a valid declaration and initialization in a single sentence. This is also possible. വേണമെങ്കിൽ നമുക്ക് we can try in a two lines. Like first of all, we can declare the variable. In our next line, we can initialize. So this is also a valid statement. Like we can declare the variable first, then we can initialize the variable. So these are the two different types. Like in a single line, we can declare and initialize the variable, or we can declare the variable first, then we can initialize. These are the two method we can follow. And another method, like we can declare multiple variables in a single line. Also, we can initialize the variables in a single line. First of all, we can check how to declare multiple variable in a single statement. Here int age, comma, int year. These are two variables I have declared in a single statement. So even we can assign a value as 0. Now what int age and another variable year, these both variables are declared and initialized as 0 in a single statement. This is also valid. And also we can provide like this: int age, comma, year. Then we can age equal to year equal to 0. This is also a valid statement. Okay, so this way we can declare and initialize multiple variables in a single statement. Another main important thing, like നമുക്ക് ഒരു വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്തതിന് ശേഷം ആ വാല്യൂസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അതും അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഈ എക്സാമ്പിൾ പ്രകാരം ഏജ് അതുപോലെ തന്നെ ഇയർ ഓൾറെഡി ഞാൻ 0 ആയിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. ബട്ട് നൗ ഏജ് ഈക്വൽ ടു 23 ആൻഡ് ഇയർ ഈക്വൽ ടു 2023. ഇതൊരു വേരിയബിളിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് വേരിയബിൾ എപ്പോൾ വേണമെങ്കിലും നമ്മൾ വേരിയബിളിൻ്റെ വാല്യൂസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വേരിയബിൾസ്. നെക്സ്റ്റ് നമുക്ക് എന്താണ് കോൺസ്റ്റൻ്റ് എന്നുള്ളത് നോക്കാം. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിളാണ്, ബട്ട് അതിൻ്റെ വാല്യൂ ഒരിക്കലും തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുകയില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരു വേരിയബിൾ വൺസ് നമുക്ക് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എപ്പോൾ വേണമെങ്കിലും നമ്മൾക്ക് ആ വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഒരിക്കലും തന്നെ നമുക്ക് വൺസ് അത് ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. ഇത് മാത്രമാണ് ഒരു വേരിയബിളും അതുപോലെ ഒരു കോൺസ്റ്റൻറ്റും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം. അതായത് ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഡ്യൂറിങ് ദി എക്സിക്യൂഷൻ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഒരു കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വൺസ് ഡിക്ലെയർ ചെയ്ത് ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്യൂറിങ് ദി എക്സിക്യൂഷൻ നമുക്ക് ഒരിക്കലും തന്നെ അതിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. സോ രണ്ട് തരത്തിലാണ് ഒരു കോൺസ്റ്റൻ്റ് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുക. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുള്ളതുപോലെ ഹാഷ് ഡിഫൈൻ കൺട്രി ഇന്ത്യ. ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ വേരിയബിൾ നെയിം എന്ന് പറയുന്നത് കൺട്രിയാണ്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇന്ത്യയാണ്.
സോ ഒരു കീവേഡ് ഡിഫൈൻ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ അതുപോലെ തന്നെ കോൺസ്റ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തുകൊണ്ടും നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. സോ അതാണ് ഈ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ. കോൺസ്റ്റ് ഫ്ലോട്ട് പൈ ഈക്വൽ ടു 3.4. സോ നമുക്കറിയാം പൈൻ്റെ വാല്യൂ 3.14 ആണ്. സോ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഈ പ്രോഗ്രാമിൽ ഞാൻ പൈൻ്റെ വാല്യൂ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സോ ഈ രീതിയിലാണ് നമുക്ക് കോൺസ്റ്റൻറ്റ് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുന്നത്. ഒന്ന് ഡിഫൈൻ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടും രണ്ടാമതായി കോൺസ്റ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടും. ഇതിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു വേരിയബിൾ ഡിഫൈൻ കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ഒരു കോൺസ്റ്റൻറ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ അത് തീർച്ചയായും മെയിൻ ഫങ്ഷൻ്റെ മുകളിലായിട്ട് വേണം ഡിഫൈൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കോൺസ്റ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഒരു വാല്യൂ കോൺസ്റ്റ് വാല്യൂ ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ അത് മെയിൻ ഫങ്ഷൻ്റെ ഇൻസൈഡ് ആയിരിക്കണം ഡിഫൈൻ ചെയ്യേണ്ടത്. ഇനി ഒരു ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ കോൺസ്റ്റൻറ്റ് വേരിയബിൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ കൺട്രി എന്നുള്ളത് ഫുൾ സ്മാൾ ലെറ്റേഴ്സ് ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് പകരം നമുക്ക് ഫുള്ളായിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ കൺട്രി ഇന്ത്യ. സോ ഒരു വേരിയബിൾ, ഒരു കോൺസ്റ്റൻറ്റ് വേരിയബിൾ ആണ് ഈ കൺട്രി എന്നുള്ളത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാം. സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാക്സിമം ഇതൊരു റൂളല്ല, ബട്ട് ഒരു ബെറ്റർ സ്റ്റാൻഡേർഡ് എന്നുള്ള രൂപത്തിൽ നമുക്ക് കോൺസ്റ്റൻറ്റ് എപ്പോഴും ഒരു ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വേറൊരു മെയിൻ ആസ്പെക്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഒരിക്കലും ഒരു വേരിയബിളിൻ്റെ വാല്യൂസ് നമുക്ക് ഡ്യൂറിങ് ദി എക്സിക്യൂഷൻ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബട്ട് ഒരിക്കലും തന്നെ ഒരു കോൺസ്റ്റൻറ്റ് വേരിയബിൾ അതിൻ്റെ വാല്യൂസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കില്ല, അത് എറർ അടിക്കും. ഫോർ എക്സാമ്പിൾ ഹിയർ പൈ എന്നുള്ളത് ഒരു കോൺസ്റ്റൻറ്റ് വേരിയബിളാണ്. സോ ഹിയർ പൈൻ്റെ വാല്യൂ വീണ്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ it will throw error. So this is not possible. So once ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഡിക്ലെയർ ചെയ്ത് ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂറിങ് ദി എക്സിക്യൂഷൻ we cannot change the value of the constant variable. So that's all about constant and variable. So ഇനി നെക്സ്റ്റ് വീഡിയോയിൽ എന്താണ് നമുക്ക് ഡാറ്റ ടൈപ്പ് എന്നുള്ളത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ടൈപ്പ് ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാം. So still then, bye, take care.